വിദ്യാർത്ഥികൾക്കും സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോട്ടണിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ടോപ്പിക്ക്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പഠിച്ചത്? നമ്മൾ ഓർഗാനിസങ്ങളിലെ റീപ്രൊഡക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സിൽ ആദ്യത്തെ കുറച്ച് പോർഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ ബാക്കി ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും കുഞ്ഞ് ഓർഗാനിസങ്ങൾ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഏറ്റവും ലോവർ ഓർഗാനിസങ്ങളായിട്ടുള്ള ബാക്ടീരിയകളെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. ബാക്ടീരിയകളിലെ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഏതായിരുന്നു? ബൈനറി ഫിഷൻ ആയിരുന്നു അല്ലേ? ബൈനറി ഫിഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറുന്നു. ആ 2 സെല്ല് 2 ഓർഗാനിസങ്ങളായിട്ട് വരുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ ബൈനറി ഫിഷൻ. അപ്പോൾ ബാക്ടീരിയകളിൽ ബൈനറി ഫിഷനാണ്. അതുപോലെ തന്നെ അടുത്ത കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റയിൽ വരുന്ന പാരമീസിയം, യുഗ്ലീന, അതുപോലെ തന്നെ അമീബ, അവയിലൊക്കെയും എന്തു തന്നെയാണ്? ബൈനറി ഫിഷൻ തന്നെയാണ് അവയുടെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു അമീബയുടെ കാര്യം. അമീബയിൽ നോർമൽ കണ്ടീഷനിൽ, അതായത് ഫേവറബിൾ കണ്ടീഷനിൽ ബൈനറി ഫിഷൻ ആണെങ്കിലും അൺഫേവറബിൾ കണ്ടീഷനിൽ മറ്റൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് പഠിച്ചു അല്ലേ? അതിൻ്റെ പേരെന്തായിരുന്നു? സ്പോറുലേഷൻ. ഓക്കെ, അപ്പോൾ അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബയിൽ എന്ത് നടക്കുന്നു? സ്പോറുലേഷൻ പ്രോസസ്സ് നടക്കുന്നു. അവിടെ വരെയല്ലേ നമ്മൾ പഠിച്ചത്? സ്പോറുലേഷൻ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സും അവിടെ നടക്കുന്ന ചേഞ്ചസും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൊട്ടിസ്റ്റയുടെ കാര്യം പറഞ്ഞില്ലേ? ആദ്യം മൊനീറയിൽ വരുന്ന ഓർഗാനിസങ്ങളുടെ പറഞ്ഞു, പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസങ്ങളുടെ പറഞ്ഞു. അവരെല്ലാം എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അവരെക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗസുകളുടെ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഫംഗസുകളെല്ലാം സാധാരണ മൾട്ടി സെല്ലുലാർ ആണ്. പക്ഷേ അതിൽ തന്നെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബയോളജിയിൽ എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ? കോമൺ ആയിട്ട് നമ്മളൊരു ക്യാരക്ടർ പറയുകയാണെങ്കിലും ആ ക്യാരക്ടർ കാണിക്കാത്ത അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചിലരുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗസിൻ്റെ കേസിൽ സാധാരണ എല്ലാവരും മൾട്ടി സെല്ലുലാർ ആയിട്ട് വരുന്നു. എന്നാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് അല്ലേ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗസിനെ കുറിച്ചാണ് പറയുന്നത്. ഫംഗസിൽ തന്നെ യൂണിസെല്ലുലാർ ഫംഗി, യൂണിസെല്ലുലാർ ഫംഗസ്, അതിൽ വരുന്ന ഓർഗാനിസമാണ് ഈസ്റ്റ്. എന്താണ്? ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈസ്റ്റ് ഫംഗസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒപ്പം ഈസ്റ്റ് എങ്ങനെയുള്ളതാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് ഫംഗസിൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ബൈ ബഡ്ഡിങ്. എന്താണ്? ബഡ്ഡിങ്. ഏതാണ് പ്രോസസ്സ്? ബഡ്ഡിങ്. അപ്പോൾ നമുക്ക് എക്സാമിന് ഈ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ, അതിൻ്റെയൊക്കെ പേരുകളാണ് ചോദിക്കുന്നത് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഏരിയയിൽ നിന്ന് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ആ പേരുകൾ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ എന്താണ്? ഈസ്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് നടക്കുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? ബൈ ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബഡ്ഡിങ്.
ബഡിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈനറി ഫിഷൻ പോലെ തന്നെയുള്ള ഒരു ടൈപ്പ് സെൽ ഡിവിഷൻ ആണെന്ന് പറയാം. ഓക്കെ, ബൈനറി ഫിഷൻ എന്താണ്? ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഈക്വൽ ആയിട്ട് മാറുന്നു. ഈക്വൽ ഡിവിഷൻ ആണ്. ഒരു സെല്ല് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായിട്ട് മാറുന്നു. ഇവിടെ ബഡിങ്ങിലും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതെന്താണ്? ഇത് അൺഈക്വൽ ഡിവിഷൻ ആണ്. എങ്ങനെയുള്ള ഡിവിഷൻ ആണ്? അൺഈക്വൽ ഡിവിഷൻ ആണ്. അപ്പൊ എന്താണ് അവിടുത്തെ പ്രോസസ് എന്ന് നോക്കിയേ, എളുപ്പമാണ്. നോക്കിയേ, ഇതാണ് ഒരു ഈസ്റ്റ് സെൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ഈസ്റ്റ് സെല്ലാണ്. ഈ ഈസ്റ്റിന്റെ സെല്ല് റീപ്രൊഡക്ഷൻ ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞ് മെച്യൂരിറ്റി ഒക്കെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് റീപ്രൊഡക്ഷൻ ടൈം ആവുമ്പോഴത്തേക്കും ഈ സെല്ലിൽ ഒരു ചെറിയ ബഡ് ഫോം ചെയ്യും. ദേ ഇങ്ങനെ കണ്ടോ? ഓക്കെ, ഇങ്ങനെ ഒരു ബഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഈസ്റ്റ് ഓർഗാനിസം ആണ്. റീപ്രൊഡക്ഷൻ ടൈമിൽ ഇതിലേക്ക് എന്ത് ഫോം ചെയ്യുന്നു? ശരിക്കും ഈ സെല്ലിന്റെ ഒരു ഡിവിഷൻ തന്നെയാണിത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ പറഞ്ഞത്? ഇത് അൺഈക്വൽ ആണ്. കണ്ടോ, നേരത്തെ നമ്മൾ ബൈനറി ഫിഷൻ പറഞ്ഞപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അതേപോലെയുള്ള രണ്ട് സെൽസ് അല്ലേ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ഡിവിഷൻ ആണ്. എന്നാൽ ഇവിടെ എന്താണ്? അൺഈക്വൽ ഡിവിഷൻ ആണ്. നോക്കിയേ, കുഞ്ഞൊരു ബഡ് ഫോം ചെയ്യും, ചെറിയൊരു ബഡ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? പാരന്റ് ബോഡിയിൽ നിന്നും ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആവും. ഇപ്പൊ നമ്മുടെ പാരന്റ് ഇവിടെ നിൽക്കും, അടുത്ത ബഡ് സെപ്പറേറ്റ് ആവും. മനസ്സിലായോ? എന്നിട്ട് അത് ഗ്രോ ചെയ്ത് എന്തായിട്ട് മാറും? അടുത്ത ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു ഈസ്റ്റ് ആയിട്ട് മാറും. ഇതാണ് ബഡിങ്. ഓക്കെ, അപ്പൊ ആ പേരാണ് വളരെ ഇമ്പോർട്ടന്റ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് റീപ്രൊഡക്ഷൻ പേരെന്താണ്? റീപ്രൊഡക്ഷന്റെ പേര് ബഡിങ്. ഓക്കെ ആണല്ലോ. ബഡിങ് എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിൽ നിന്നും ഒരു ചെറിയ ബഡ് ഫോം ചെയ്യുന്നു. ബഡ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് സെപ്പറേറ്റ് ആവുന്നു, സെൽ ഡിവിഷൻ നടക്കുന്നു, അൺഈക്വൽ ആയിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നു, പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഫംഗസിൽ തന്നെ വരുന്ന അടുത്ത മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ് പെനിസീലിയം. എന്താണ്? ഓക്കെ, പെനിസീലിയം എന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഫംഗസ്. ഒരുപാട് ഫംഗസുകളുണ്ട്, നമുക്കതെല്ലാം ഒന്നും പഠിക്കണ്ട കേട്ടോ. നമുക്ക് രണ്ടുപേരെ മാത്രം പഠിച്ചാൽ മതി. യൂണിസെല്ലുലാറിൽ വരുന്ന എന്താണ്? ഈസ്റ്റ്. മൾട്ടി സെല്ലുലാറിൽ വരുന്ന പെനിസീലിയം. മൾട്ടി സെല്ലുലാർ. ഓക്കെ, അപ്പോൾ മൾട്ടി സെല്ലുലാറിൽ വരുന്നതാണ് പെനിസീലിയം. പെനിസീലിയത്തിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സ്പോർ ഫോർമേഷൻ. എന്താണ്? സ്പോർ ഫോർമേഷൻ. അതായത് അവിടെ അസെക്ഷൽ സ്പോർ ഫോം ചെയ്യുന്നു. ഓക്കെ, അസെക്ഷൽ എന്ത് ഫോം ചെയ്യുന്നു? സ്പോർ ഫോം ചെയ്യുന്നു. അസെക്ഷൽ സ്പോറിന്റെ പേരാണ് നമുക്കിവിടെ വേണ്ടത്. എന്താണ് പേര്? കൊനീഡിയ. മറന്നു പോകരുത്. എന്താണ്? കൊനീഡിയ. ഓക്കെ, അപ്പോൾ അസെക്ഷൽ സ്പോറിന്റെ പേരെന്താണ്? ഇതാണ് നമുക്ക് വേണ്ടത്. എന്താണ്? കൊനീഡിയ. അപ്പോൾ കൊനീഡിയ എന്ന് പറയുന്ന അസെക്ഷൽ സ്പോറാണ് എവിടെ ഫോം ചെയ്യുന്നത്? പെനിസീലിയത്തിൽ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ഇങ്ങനെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസിൽ നിന്നും ഓക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് സ്പോർ ഉണ്ടാകുന്നത്. കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഡയഗ്രാം. ഈ ഡയഗ്രാം ഒക്കെ പഠിച്ചോണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഡയഗ്രാം ഒക്കെ നന്നായിട്ട് പഠിച്ചോണം. ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും കേട്ടോ. ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതുകൊണ്ട് ഡയഗ്രാം എല്ലാം കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കണം. കുറേ ഡയഗ്രാം, കുറേ പിക്ചർ ഇല്ലേ, അതെല്ലാം നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം നോക്കിയേ, ഇതാണ് കൊനീഡിയ എന്ന് പറയുന്നത്. കണ്ടോ, കൊനീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊനീഡിയ, ഇവിടെ കൊനീഡിയ ഫോം ചെയ്തിരിക്കുന്നത് ഈ സെൽസിൽ നിന്നാണ്. ഇതിൻ്റെ പേരാണ് കൊനീഡിയോഫോർ എന്ന് പറയും. എന്താണ്? കൊനീഡിയോഫോർ. അപ്പോൾ കൊനീഡിയോഫോർ എന്ന് പറയുന്ന സെല്ലിൽ നിന്നും എന്ത് ചെയ്യുന്നു? കൊനീഡിയ എന്ന അസെക്ഷൽ സ്പോർ ഫോം ചെയ്യുന്നു. കണ്ടോ, ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് കൊനീഡിയ എന്ന് പറയുന്ന അസെക്ഷൽ സ്പോർ. ഓക്കെ, അപ്പോൾ
ഈ കൊനീഡിയ എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? പുതിയ ഒരു പെനിസീലിയമായിട്ട് മാറും. മനസ്സിലായോ? അവിടെ സ്പോർ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ഡെവലപ്പ് ചെയ്ത് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു. റീപ്രൊഡക്ഷൻ നടത്തേണ്ട സമയത്ത് സ്പോർ ഉണ്ടാകും. സ്പോർ ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? പുതിയ പെൻസീലിയമായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് വേണ്ടത് ഈ സ്ട്രക്ചർ നോക്കുക, ഈ ഡയഗ്രാം പഠിക്കുക. പഠിക്കാന്ന് വെച്ചാൽ ഈ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൊനീഡിയയുടെ സ്ട്രക്ചർ ആണ്. ഇത് കൊനീഡിയോ 4 ആണ്. ഈ പോർഷൻ ഇല്ലേ, ഇതാണ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ് കൊനീഡിയോ 4. ഓക്കെ, അപ്പോൾ കൊനീഡിയോ 4 ആണ്, ഇത് കൊനീഡിയാണ് എന്നൊക്കെ നമ്മൾ അറിയാം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എക്സാമിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് കൊനീഡിയ എന്നുള്ള പേര് എഴുതണം. ഓക്കെ, മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം പഠിച്ചത് എന്താണ്? ബൈനറി ഫിഷൻ എവിടെയൊക്കെ കാണപ്പെടുന്നു? ബാക്ടീരിയകളിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റകളായിട്ടുള്ള യുഗ്ലീന, പാരമീസിയം, അമീബയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതാണ് ബൈനറി ഫിഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് അമീബയിൽ സ്പോറിലേഷൻ കാണപ്പെടുന്നുണ്ട്. അത് അൺഫേവറബിൾ കണ്ടീഷനിൽ. പിന്നീട് നമ്മൾ പഠിച്ചു ഫംഗസുകൾ. ഫംഗസുകൾ 2 രീതിയിലുണ്ട്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഈസ്റ്റ്. ഈസ്റ്റിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ബൈ ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എന്നാൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ്, അതിന് എക്സാമ്പിൾ എന്താ പഠിച്ചത്? പെനിസീലിയം. പെനിസീലിയത്തിൽ എങ്ങനെയാണ്? അസെക്ഷൽ സ്പോറുകൾ ഫോം ചെയ്യുന്നു. എന്നിട്ട് ആ സ്പോർ ഡെവലപ്പ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. അപ്പോൾ പെനിസീലിയത്തിൽ ഉണ്ടാകുന്ന അസെക്ഷൽ സ്പോറിന്റെ പേരെന്താണ്? കൊനീഡിയ. എന്താണ്? കൊനീഡിയ. ഓക്കെ, മറന്നു പോകരുത്, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അടുത്ത കൂടി നോക്കാം. അടുത്തതാണ് ക്ലാമിഡോമോണാസ്. എന്താണ്? ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിൽ കാണപ്പെടുന്ന അസെക്ഷൽ സ്പോർ, അവിടെയും അസെക്ഷൽ സ്പോർ ആണുള്ളത്. സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലാമിഡോമോണാസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന സ്പോറിന്റെ പേരാണ് സൂസ്പോർസ്. എന്താണ്? സൂസ്പോർസ്. ഓക്കെ, ഇപ്പോൾ ക്ലാമിഡോമോണാസിൽ എന്ത് ഫോം ചെയ്യുന്നു? സൂസ്പോർസ് ഫോം ചെയ്യുന്നു. അതിന്റെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. അത് എങ്ങനെയാന്ന് വെച്ചാൽ ദാ ഇങ്ങനെ ഒരു സാധനം കാണും. ഇതെന്ന് പറയുന്നത് സ്പൊറാഞ്ചിയം ആണ്. ഓക്കെ, സ്പോറുകൾ എപ്പോഴും ഫോം ചെയ്യുന്നത് എന്തിലായിരിക്കും? സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, അപ്പോൾ സ്പോറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൊറാഞ്ചിയം കാണും. ഇവിടെ നമ്മുടെ സൂസ്പോർസ് അത് ഫോം ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ്. ഇതിനൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പേരാണ് സൂസ്പൊറാഞ്ചിയം. ഓക്കെ, സൂസ്പൊറാഞ്ചിയം. അപ്പോൾ സൂസ്പൊറാഞ്ചിയം ആണിത്. ഈ സൂസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? സൂസ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സൂസ്പോറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ദാ ഇങ്ങനെ ഒരു റൗണ്ട് വരും. വരയ്ക്കാൻ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചോണം കേട്ടോ, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. എന്നിട്ട് നടുക്കൊരു കുത്ത് ന്യൂക്ലിയസ് വരും. എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വരും. എന്നിട്ട് ദാ ഇങ്ങനെ 2 കൊമ്പ് വരും. ഈ കൊമ്പെന്ന് വെച്ചാൽ എന്താ? ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. റൗണ്ട് ഷേപ്പ്, എന്നിട്ട് ഇങ്ങനെ, എന്നിട്ടൊരു കുത്ത്, 2 കൊമ്പ്. കൊമ്പെന്ന് വെച്ചാൽ കൊമ്പൊന്നും അല്ല കേട്ടോ, അതെന്ന് പറയുന്നത് ഫ്ലജെല്ലയാണ്. എന്താണ്? ഫ്ലജെല്ലയാണ്. ഇതാണ് നമ്മുടെ സൂസ്പോറിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഈ സൂസ്പോറാണ്. ഇത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സൂസ്പോറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സൂസ്പോറിന് ഇവിടെ 2 കൊമ്പുകളുണ്ട് അല്ലേ? ഈ കൊമ്പ് എന്താണ്? ഫ്ലജെല്ലയാണ്. എന്താണ്? ഫ്ലജെല്ല. ഫ്ലജെല്ല എന്ന് വെച്ചാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലജെല്ല? ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പാർട്ടാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സൂസ്പോറിന്റെ പ്രത്യേകത എന്താണ്? സൂസ്പോർ എങ്ങനെയുള്ളതാണ്? മോട്ടയിലാണ്. എന്താണ്?
മോട്ടൈൽ, അതായത് മൂവ് ചെയ്യാൻ കഴിവുള്ള സ്പോർട്സ് ആണ്. അവിടെ നമ്മൾ പഠിക്കേണ്ട 2 പോയിന്റ് ആണത് കേട്ടോ. എന്താണ്? മോട്ടൈൽ സ്പോർ ആണ്, അതുപോലെ തന്നെ ഫ്ലജെല്ലേറ്റഡ് ആണ്. എന്താണ്? ഫ്ലജെല്ലേറ്റഡ് ആയിട്ടുള്ള സ്പോർ ആണ്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ആണ്. എങ്ങനെയാണ്? മൈക്രോസ്കോപ്പിക്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ആണ്. അപ്പോൾ എക്സാമിന് 1 മാർക്കിന് സൂസ്പോറിനെ കുറിച്ച് എന്തെങ്കിലും 2 ക്യാരക്ടേഴ്സ് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ എഴുതും? സൂസ്പോർസ് ആർ അസെക്ഷൽ സ്പോർസ് ഇൻ ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിലെ അസെക്ഷൽ സ്പോർസ് ആണ് എന്തെന്ന് പറയുന്നത്? സൂസ്പോർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ മൈക്രോസ്കോപ്പിക്. എങ്ങനെയുള്ള സ്പോർസ് ആണ്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പോർസ് ആണ്, സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കൂടാതെ ദേ ആർ മോട്ടൈൽ ആൻഡ് ഫ്ലജെല്ലേറ്റഡ്. അവയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്? മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതാണ് മോട്ടൈൽ. ഓക്കെ, ഫ്ലജെല്ലേറ്റഡ്, ഫ്ലജെല്ലെ ഉള്ളതാണ്. ഓക്കെ ആണല്ലോ? അത്രയും പോയിന്റ്സ് അത് പഠിക്കണം. ക്ലിയർ? ഈ പറഞ്ഞു തരുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി, ഇതേ എക്സാമിന് ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ? ഓരോ ഡയഗ്രവും നോക്കണം. ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുവേ. ഞാനത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐഡന്റിഫിക്കേഷൻ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം അത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്നും കൂടി റിവൈസ് ചെയ്യാം, മറന്നു പോകരുത്. ബാക്ടീരിയകളിൽ, അതുപോലെ തന്നെ യുഗ്ലീന, പാരമീസിയം, അമീബ, അവിടെയെല്ലാം എന്താണ്? ബൈനറി ഫിഷൻ ആണ്. ഇനി നമ്മുടെ അമീബയിൽ അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോറുലേഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഫംഗസ് ആണ്, അവിടെ എന്താണ്? ബഡ്ഡിങ് ആണ്. അത് കഴിഞ്ഞിട്ട് പെൻസീലിയം എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഫംഗസ് ആണ്. പെൻസീലിയത്തിൽ എന്താണ്? അസെക്ഷൽ സ്പോർ ഫോർമേഷൻ ആണ് നടക്കുന്നത്. അവിടുത്തെ സ്പോറിന്റെ പേരെന്താണ്? കൊനീഡിയ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ക്ലാമിഡോമൊണാസിനെ പറഞ്ഞു. ക്ലാമിഡോമൊണാസിൽ എന്താണ്? സൂസ്പോർസ് ആണ്. ഇതൊക്കെയാ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ പെൻസീലിയം തന്നിട്ട് കൊനീഡിയ എന്ന് തരും. നമ്മുടെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ഇല്ലേ, അവിടെയൊക്കെ പെൻസീലിയം തന്നിട്ട് കൊനീഡിയ എന്ന് തരും. ക്ലാമിഡോമൊണാസ് തന്നിട്ട് ഡാഷ് എന്ന് തരും. അപ്പൊ നമ്മൾ എന്തോ എഴുതണം? സൂസ്പോർ എന്ന് എഴുതണം കേട്ടോ. അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലോവർ ഓർഗാനിസങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് പഠിച്ചു. ഇനി നമ്മൾ പ്ലാന്റ്സിലേക്ക് പോവുകയാണ്. ഫഞ്ചി കഴിഞ്ഞടുത്ത പ്ലാന്റ് അല്ലേ? അപ്പോൾ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. പ്ലാന്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ലോവർ പ്ലാന്റ്സിലൊക്കെ എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ ഹയർ നമ്മുടെ ആൻജിയോസ്പേം പോലെയുള്ള പ്ലാന്റ്സിലൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്ന സമയത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് പ്ലാന്റ്സിലെ അസെക്ഷൽ റീപ്രൊഡക്ഷനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കൊച്ചി ക്ലാസ്സിൽ അല്ലേ? എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ഓക്കെ, അപ്പോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പൊ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നു? പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ്
new plants from the vegetative part of a plant. എന്താണ്? Formation of new plants from the vegetative part of a plant. ഓക്കെ, അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എന്താണ്? the formation of new plants from the vegetative part of a plant. ഒരു പ്ലാന്റിലെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഫോം ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ള റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ചോദിക്കാം, എന്തൊക്കെയാണ് വെജിറ്റേറ്റീവ് പാർട്ട്? എന്തൊക്കെ വരാം? സ്റ്റെമ്മ് വരാം, ലീഫ് വരാം, റൂട്ട് വരാം. ഇതെല്ലാം എന്താണ്? വെജിറ്റേറ്റീവ് പാർട്സ് ആണ്. അതിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ലാറ്ററൽ ഷൂട്ട്സ് വരാം. ഓക്കെ, ലാറ്ററൽ ബ്രാഞ്ചസ്. ഓക്കെ, ലാറ്ററൽ ബ്രാഞ്ചസ് വരാം. അതെല്ലാം എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കുന്ന പാർട്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്താണെന്ന്. എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് വെച്ചാൽ? നമ്മൾ പറഞ്ഞു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നു. അവിടെ ഏത് വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നാണോ ഉണ്ടായത് ആ വെജിറ്റേറ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് produce new plants are called vegetative propagule. Part of the plant that produce new plants. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്തൊക്കെ വരാം? ലീഫ് വരാം ഇല്ലേ? എക്സാമ്പിൾ ആയിട്ട് എന്ത് വരാം? ലീഫ് വരാം, സ്റ്റെമ്മ് വരാം, റൂട്ട് വരാം. ഓക്കെ, ലാറ്ററൽ ബ്രാഞ്ചസ് വരാം. എല്ലാം എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഒരു റോസാ ചെടി, അത് നമ്മൾ കമ്പ് മുറിച്ച് നടുന്നു, പുതിയൊരു ചെടി ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ കമ്പ് മുറിച്ച് നട്ടു, ആ പ്രോസസ്സാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിന് നമ്മൾ എന്താ ഉപയോഗിച്ചത്? റോസാ ചെടിയുടെ കമ്പിനെയാണ് ഉപയോഗിച്ചത് അല്ലേ? തണ്ട്, സ്റ്റെമ്മാണ് ഉപയോഗിച്ചത്. അപ്പോൾ സ്റ്റെമ്മാണ് അവിടുത്തെ എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് അവിടെ പഠിക്കേണ്ടത്. രണ്ട് ടേംസ് മനസ്സിലായല്ലോ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഇനി എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്? ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ് ആർ കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. എക്സാമ്പിൾ എന്തൊക്കെയുണ്ട്? ലീഫ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്. ഓക്കെ, അതെല്ലാം എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് കുറേ പ്ലാന്റും അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിരുന്ന് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എളുപ്പമാണ്. ഫസ്റ്റ് ഷുഗർ കെയിൻ. എന്താണ്? എക്സാമിന് ചോദിക്കുന്നതാണ് ഷുഗർ കെയിൻ. ഷുഗർ കെയിനിൽ എങ്ങനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്? അതിന് സഹായിക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റെം കട്ടിങ്സ് ആണ്. എന്താണ്? സ്റ്റെം കട്ടിങ്സ്. ഓക്കെ, അവിടുത്തെ കമ്പ് എന്താ? മെച്ചുവർ ആയിട്ടുള്ള സ്റ്റെം കട്ടിങ് ഉപയോഗിച്ചിട്ടാണ് അടുത്ത പ്ലാന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഷുഗർ കെയിനിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്താണ്? സ്റ്റെം കട്ടിങ് ആണ്. ഓക്കെ ആണല്ലോ? ഒന്നാമത്തത് പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ജിഞ്ചർ. ജിഞ്ചറിൽ അതുപോലെ തന്നെ ടർമെറിക്. എന്താണ്? ടർമെറിക്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കേട്ടോ, എളുപ്പമാണ്.
ജിഞ്ചർ അതുപോലെ തന്നെ ടർമറിക്. അവിടുത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്താണ്? റൈസോം ആണ്. എന്താണ്? റൈസോം. ഓക്കെ, ഇവിടെയും എന്താണ്? റൈസോം ആണ്. ഇഞ്ചി മഞ്ഞളും ഒക്കെ ഏകദേശം ഒരേ കാറ്റഗറി വരുന്നവരല്ലേ? അവിടെ എന്താ സഹായിക്കുന്നത്? റൈസോം ആണ് സഹായിക്കുന്നത്. നമ്മൾ പ്ലസ് 1 ഇത് നന്നായിട്ട് പഠിച്ചായിരുന്നു അല്ലേ? ഏതാ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോഡിഫിക്കേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ, റൂട്ട്, ലീഫ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ജിഞ്ചർ, ടർമറിക്, നമുക്ക് ഈ പേര് മാത്രം മതി ഇവിടെ. ഇതാണ് എക്സാമിന് ചോദിക്കുന്നത്. എന്താണ്? ജിഞ്ചർ, ടർമറിക്കിൽ എന്താണ്? രണ്ടിടത്തും റൈസോം ആണ് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഒനിയൻ. എന്താണ്? ഒനിയൻ. ഒനിയൻ. ഒനിയനിൽ ബൾബ്. എന്താണ്? ബൾബ്. ഓക്കെ, ഇതിന്റെ കുറേയൊക്കെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോട്ട് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ ഒനിയനിൽ എന്താണ്? ബൾബാണ്. അതുപോലെ തന്നെ അടുത്തയാണ് അഗേവ്. അഗേവ്. അഗേവിൽ എന്താണ്? ബൾബിലാണ്. എന്താണ്? ബൾബിൽ. അതായത് ഉള്ളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒനിയൻ എടുത്തു കഴിഞ്ഞാൽ ആ റൗണ്ട് ആയിട്ടുള്ള പോർഷൻ ഇല്ലേ, ഇങ്ങനെ വരുന്നത്, ഇവിടെ നിന്നല്ലേ മുളച്ച് മുകളിലോട്ട് വരുന്നത്. ഇവിടെ സ്റ്റെമ്മ് വരും, ഇവിടെ എന്ത് വരും? റൂട്ട് വരും. അങ്ങനെയല്ലേ? അപ്പൊ ഈ ഒരു റൗണ്ട് പോർഷൻ ഇല്ലേ, കണ്ടൻസ്ഡ് ലീഫിന്റെ പോർഷൻ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയുള്ള ഒരു പ്ലാന്റ് ആണ് അഗേവ്. അവിടെ ബൾബിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാം ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഡയഗ്രാം ഒക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഈ പേരും പഠിച്ചോണം. അത് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഗേവിൽ എന്താണ്? ബൾബിലാണ്. അടുത്തതാണ് പൊട്ടറ്റോ. പൊട്ടറ്റോ. പൊട്ടറ്റോ എന്ന് വെച്ചാൽ എന്താ? ഉരുളക്കിഴങ്ങ്. പൊട്ടറ്റോയില് ഐസ് അല്ലെങ്കിൽ സ്റ്റെം ട്യൂബർ ആണ്. എന്താണ്? ഐസ് അല്ലെങ്കിൽ സ്റ്റെം ട്യൂബർ. അതായത് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് കിഴങ്ങ് കൊണ്ടുവരത്തില്ലേ? അപ്പോൾ ആ കിഴങ്ങ് കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് നനവൊക്കെ, മോയ്സ്ചറൊക്കെ വരുന്നുണ്ട് എങ്കിൽ, കുറച്ച് മോയ്സ്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നനവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പതുക്കെ ഇങ്ങനെ അവിടെ ആയിട്ട് മുളയ്ക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ? ഈ മുളച്ച് വരുന്ന ആ ഒരു പോർഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത്. പൊട്ടറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കല്ലിന്റെ കണക്കാണോ ഇരിക്കുന്നത്? അല്ല, ആ ഒരു ഷേപ്പ് ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കുഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ കേട്ടോ. അപ്പൊ അതാണ് ഈ ഐസ് എന്ന് പറയുന്നത്. അവിടെ നിന്നും നനവ് വരുന്ന സമയത്ത് അവിടെ നിന്നും എന്ത് വരും? ചെറിയ ഈ കുഞ്ഞു കുഞ്ഞ് ബഡ്സ് വരും, അല്ലെങ്കിൽ ട്യൂബേഴ്സ് വരും കേട്ടോ. എന്നിട്ട് അത് മുളച്ചാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ പൊട്ടറ്റോയിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്താണ്? ഐസ് അല്ലെങ്കിൽ സ്റ്റെം ട്യൂബർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത നമ്മൾ പഠിക്കുന്നത്. അതിന്റെ പേരാണ് ഐക്കോർണിയ. എന്താണ്? ഐക്കോർണിയ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമുക്ക് എടുത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. തൽക്കാലം ഇത് എഴുതുക. ഓക്കെ, വാട്ടർ ഹയാസിന്ത്. ഇതിന്റെ വേറൊരു പേരാണ് ഐക്കോണിയ. ഐക്കോണിയ. ഓക്കെ, ഐക്കോണിയ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത്. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ടുള്ള പിസ്റ്റിയ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിസ്റ്റിയ. പിസ്റ്റിയ. ഈ ഐക്കോണിയ എന്ന് വെച്ചാൽ ഞാൻ പറയാം. ഐക്കോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? കുളവാഴ. നമ്മുടെ കുളത്തിലും കായലിലും ഒക്കെ നല്ല ഭംഗിയുള്ള വയലറ്റ് പോലത്തെ കളറിൽ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പായൽ കണക്ക് വലിയ ചെടിയില്ലേ? അതാണ് കുളവാഴ. ഓക്കെ, അപ്പോൾ ഈ കുളവാഴയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോണിയ എന്ന് പറയുന്നത്. ഇനി പിസ്റ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുളത്തിലൊക്കെ കണ്ടിട്ടുള്ള പായലാണ്. കണ്ടിട്ടില്ലേ? ഇതേ ഇങ്ങനെയുള്ള പായൽ വെള്ളത്തിൽ കിടക്കുന്നേ. ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ ഇരിക്കും. വലിയ പായലാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന പായലില്ലേ? ഇതാണ് പിസ്റ്റിയ.
ഓക്കെ, അപ്പോൾ ഈ പായലുകളൊക്കെ, അതായത് ഈ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇതിന്റെ എന്താ അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് എന്ത്, ഓഫ്സെറ്റ്. ഓക്കെ, അപ്പോൾ പിസ്റ്റിയ എന്നല്ല, പിസ്റ്റിയ എന്ന് പറയുന്ന പ്ലാന്റിലും വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോണിയയിലും എന്താണുള്ളത്, ഓഫ്സെറ്റ് ആണുള്ളത്. എന്താണ് ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതൊരു പ്ലാന്റ് ആണ്, ഇതാണ് റൂട്ട്. ഓക്കെ, ഈ റൂട്ടിൽ നിന്നും ഒരു ലാറ്ററൽ ബ്രാഞ്ച് വരും. എന്നിട്ട് ഈ ബ്രാഞ്ചിന് ഇവിടെ ഇങ്ങനെ ഒരു നോഡ് കാണും. ഇവിടെ നിന്നും അടുത്ത പ്ലാന്റ് വരും. എന്നിട്ട് ഇവിടേക്ക് റൂട്ട് പോവും. എന്നിട്ട് അടുത്ത വീണ്ടും ലാറ്ററൽ ബ്രാഞ്ച്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും അടുത്ത പ്ലാന്റ്, താഴേക്ക് റൂട്ട്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. നിങ്ങൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇടയിൽ വരുന്ന ഈ കണക്ട് ചെയ്ത് വരുന്ന പോർഷൻ ഇല്ലേ, ലാറ്ററൽ ബ്രാഞ്ച്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ്. എന്താണ്, ഓഫ്സെറ്റ്. ഓക്കെ, ഈ ഓഫ്സെറ്റ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും, നമ്മുടെ പിസ്റ്റിയയിലും അതുപോലെ തന്നെ വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോണിയയിലും കാണാൻ സാധിക്കും. ഇതിന്റെ നോഡാണ് ഈ ലാറ്ററൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫ്സെറ്റിന്റെ നോഡിൽ നിന്നാണ് അടുത്ത പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ കുളത്തിലൊക്കെ ഇതിങ്ങനെ എന്താ തിങ്ങി ഇങ്ങനെ കിടക്കുകയായിരിക്കും. കാരണം ഈ ഓഫ്സെറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു പ്ലാന്റ് ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, വളർന്നു നിൽക്കും. എന്നിട്ട് കുഞ്ഞൊരു ഓഫ്സെറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതിനിടയിലുള്ള ആ ഒരു ഓഫ്സെറ്റിന്റെ ലെങ്ത് കുറവാണ്. എന്നിട്ട് അടുത്ത പ്ലാന്റ് വന്ന് അതും വീണ്ടും ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ മെത്ത വിരിച്ചതുപോലെ കിടക്കുകയാണ്. ഇതിന്റെ അടിയിൽ ഇവർ തമ്മിൽ ഓരോ കണക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കണക്ഷൻ ആണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓഫ്സെറ്റ് എന്നുള്ള പേര് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പിസ്റ്റിയ അതുപോലെ തന്നെ വാട്ടർ ഹയാസിന്ത് അവിടെ എന്താണ്, ഓഫ്സെറ്റ് ആണ് സഹായിക്കുന്നത്. നെക്സ്റ്റ്, അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ അടുത്ത് പഠിക്കുന്നതാണ്, ബ്രയോഫില്ലം. അല്ലേ, കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ബ്രയോഫില്ലം. ബ്രയോഫില്ലം എന്ന് വെച്ചാൽ എന്താ, ഇലമുളച്ചി എന്ന് പറയും. ഓക്കെ, അവിടെ ലീഫില് കുഞ്ഞു ബഡ്സ് ഫോം ചെയ്യും. ഇവിടുത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്താ, ലീഫാണ്. ലീഫിലെ ബഡ്സ് ആണ്. ലീഫ് ബഡ്സ് ആണ് എന്തായിട്ട് മാറുന്നത്, പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഒരു ലീഫ് എടുത്താൽ ആ ലീഫിൽ നിന്നും കുഞ്ഞു ബഡ്സ് വരും. എന്നിട്ട് ഈ ബഡ്സ് എന്തായിട്ട് മാറും, പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ലീഫിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവും. എളുപ്പമല്ലേ? അപ്പോൾ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും അതാണ് കേട്ടോ. ഒരു പ്ലാന്റ് മതി, അതിൻ്റെ ഏത് പാർട്ടാണോ, ഇപ്പോൾ കമ്പാണ് മുറിക്കുന്നതെങ്കിൽ ഒരേ കമ്പിൽ നിന്ന് കുറേ കമ്പ് മുറിച്ചെടുത്തൂടെ, അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഉണ്ടാകത്തില്ലേ? അതുപോലെ ഇപ്പോൾ ലീഫാണെന്നുണ്ടെങ്കിൽ ഒരു ലീഫിൽ നിന്ന് തന്നെ കുറേ ബഡ് വരും, അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പ്ലാന്റ്സിനെ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? എന്നാലിപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ അവിടെ അങ്ങനെയല്ല അല്ലേ, മെയിൽ ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് എന്താണ്, ഒരു ഓർഗാനിസം ആണ് ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഓർഗാനിസങ്ങൾ ഒരേ ടൈമിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ? അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ബ്രയോഫില്ലത്തിൽ എന്താണ്, ലീഫ് ബഡ് ആണ്. ലീഫ്സിൽ കുഞ്ഞു ബഡ്സ് ഫോം ചെയ്യും. എന്നിട്ട് അത് എന്തായിട്ട് മാറും, പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, ഗ്രാസ്. പുല്ലില്ലേ, പുല്ല്, ഗ്രാസ്. അതുപോലെ തന്നെ സ്ട്രോബെറിയിലും ഇത് തന്നെയാണ് കേട്ടോ. സ്ട്രോബെറി, ഗ്രാസ്, ഇവയിലൊക്കെ കാണപ്പെടുന്ന വെജിറ്റേറ്റീവ് പാർട്ടിന്റെ, അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് സഹായിക്കുന്ന പാർട്ടിന്റെ പേരാണ് റണ്ണർ. എന്താണ്, റണ്ണർ. റണ്ണർ എന്താന്ന് വെച്ചാല് നോക്കിയേ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പുല്ല്, ഇവിടെ മുകളിൽ മണ്ണാണ്, ഇവിടെ ഇങ്ങനെ ഒരു പുല്ല്, ഇനി താഴോട്ട് റൂട്ടൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ കാണുന്നില്ല, നമ്മൾ പുല്ല് മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ ഈ ബേസൽ പോർഷൻ ഇല്ലേ, അവിടെ നിന്നും നമ്മുടെ സോയിലിന് പാരലലായിട്ട്, ഗ്രൗണ്ടിന് പാരലലായിട്ട് എന്ത് ഫോം ചെയ്യും, ഒരു ലാറ്ററൽ ബ്രാഞ്ച് ഫോം ചെയ്യും. എന്നിട്ട്
ഈ ലാറ്ററൽ ബ്രാഞ്ചിന് ഇവിടെ ഒരു നോഡ് കാണും. എന്നിട്ട് ഇവിടുന്ന് അടുത്ത പുല്ല് വരും. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഈ പുല്ല് ഇവിടെ വളരും. എന്നിട്ട് ഇവിടുന്ന് അടുത്ത ലാറ്ററൽ ബ്രാഞ്ച് ഫോം ചെയ്യും. എന്നിട്ട് ദേ ഇങ്ങനെ അടുത്ത പുല്ല് വരും ഇതിൻ്റെ നോഡിൽ നിന്നും. മനസ്സിലായോ? ഇങ്ങനെ ആ അയ്യം മൊത്തം പുല്ലാവും. ഇതാണ് സംഭവം. ഈ ഇടയ്ക്ക് വരുന്ന ഈ ലാറ്ററൽ ബ്രാഞ്ചില്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് റണ്ണർ. നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യും? പുല്ല് ഇങ്ങനെ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ പറിച്ച് കളയും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവിടുന്ന് തന്നെ അടുത്ത പുല്ല് വരും. കാരണം എന്താണ്? മണ്ണിനടിയിൽ എന്ത് കിടപ്പുണ്ട്? ഇതിൻ്റെ റണ്ണർ കിടപ്പുണ്ട്. മനസ്സിലായോ? ചിലരൊക്കെ അയ്യൊക്കെ പൂട്ടി അങ്ങ് വൃത്തിയാക്കും. നന്നായിട്ട് അങ്ങ് പൂട്ടി വൃത്തിയാക്കി പുറത്തുള്ള ആ ഒരു പോച്ചയൊക്കെ പറിച്ച് മാറ്റി എല്ലാം റെഡിയാക്കി ഇടും. 2 മഴ പെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം അവിടെയൊക്കെ അടുത്ത പുല്ല് കിളിച്ച് വരുന്നത് കാണാം. നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇത്ര പെട്ടെന്ന് അങ്ങ് പുല്ല് വന്നേന്ന്. ഇപ്പം അങ്ങോട്ടെല്ലാം പറിച്ച് കളഞ്ഞല്ല ഉള്ളൂ, ഇത്ര പെട്ടെന്ന് അങ്ങ് പുല്ല് വന്നേ എവിടുന്നാന്ന് വിചാരിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ കാണാതെ മണ്ണിനടിയിൽ എന്ത് കിടപ്പുണ്ട്? ഇതിൻ്റെ ഈ റണ്ണർ കിടപ്പുണ്ട്. മനസ്സിലായോ? നമ്മൾ കൈകൊണ്ട് പറിച്ച് മാറ്റിയാലും നമ്മൾ ഈ പുല്ല് ഇങ്ങനല്ലേ പറിച്ച് മാറ്റുന്നത്? ഇവിടുന്ന് എടുത്ത് പറിച്ച് മാറ്റും. പക്ഷെ അടിയിൽ എന്ത് കിടപ്പുണ്ട്? ഇതിൻ്റെ ഈ റണ്ണർ കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? ഈ റണ്ണറിൽ നിന്ന് വീണ്ടും അടുത്ത പുല്ല് കിളിച്ച് വരും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? ഇനി അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇടയ്ക്കുള്ള ലാറ്ററൽ ബ്രാഞ്ചിൻ്റെ പേരാണ് നമുക്ക് വേണ്ടത്. എന്താണ്? റണ്ണർ. ക്ലിയർ ആണല്ലോ? റണ്ണർ. ഒരെണ്ണം കൂടിയുണ്ട്, അത് എഴുതാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടോട്ട് എഴുതുകയാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത പോർഷനാണ് ബനാന, വാഴ, അതുപോലെ തന്നെ ക്രൈസാന്തിമം, ജമന്തി, ഇതിലൊക്കെ ഇത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബനാനയിലൊക്കെ കാണപ്പെടുന്ന പാർട്ടിന്റെ പേരാണ് സക്കർ. എന്താണ്? സക്കർ. ബനാനയിലൊക്കെ എന്താ ഉള്ളത്? സക്കറാണ്. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് ഇതിപ്പോൾ ഒരു വാഴയാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു വാഴയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു വാഴയാണ്. ഈ വാഴയുടെ ബേസൽ പോർഷനിൽ നിന്നും എന്ത് ചെയ്യും? ഒരു ലാറ്ററൽ ഷൂട്ട് ഫോം ചെയ്യും. അത് നേരെ ഇങ്ങ് പുറത്തേക്ക് വരികയല്ല, കുറച്ചൊന്ന് ചരിഞ്ഞിങ്ങനെ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? വാഴ, ഇതാണ് ഗ്രൗണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് വാഴയുടെ ബേസൽ പോർഷനിൽ നിന്നും എന്ത് ഫോം ചെയ്യും? ഒരു ലാറ്ററൽ ഷൂട്ട് ഫോം ചെയ്യും. അതെങ്ങനെ വരും? ഇങ്ങനെ ചരിഞ്ഞ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് വാഴ തൈയായിട്ട് മാറുന്നത്. നിങ്ങൾ വാഴയുടെ അടുത്ത് നിന്നിട്ട് ശ്രദ്ധിക്കണം. വാഴ തൈ വരുന്നത് എപ്പോഴും വാഴ നേരെ നിന്നിട്ട് അതേപോലെ അപ്പുറത്ത് മാറി നേരെ അല്ല വരുന്നത്, കുറച്ചൊന്ന് ചരിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ വാഴയുടെ ബേസിൽ നിന്നും എറൈസ് ചെയ്ത് കുറച്ച് ഒബ്ലിക്കായിട്ട്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ, ഒബ്ലിക്കായിട്ട് ചരിഞ്ഞ് വരുന്ന ഈ ലാറ്ററൽ ഷൂട്ടിന്റെ പേരാണ്, അല്ലെ ലാറ്ററൽ ബ്രാഞ്ചിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചരിഞ്ഞായിരിക്കും എന്ത് വരുന്നത്? വാഴക്കുട്ടി വരുന്നത്, അല്ലെങ്കിൽ വാഴത്തൈ വരുന്നത്. എന്നിട്ട് അത് പിന്നീട് വാഴയായിട്ട് നേരെ ഇങ്ങനെ വളർന്നു വരും. ഇതിന്റെ ബേസിൽ നിന്ന് ജസ്റ്റ് ചരിവെന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര ചരിവൊന്നും അല്ല കേട്ടോ, കുഞ്ഞൊരു ചരിവേ ഉള്ളൂ. ഇങ്ങനെ വരും. ഓക്കെ, എന്നിട്ട് പിന്നെ ഇത് വളർന്ന് അടുത്ത വാഴയായിട്ട് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെയാണ് സക്കർ എന്ന് പറയുന്നത്, ലാറ്ററൽ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത്, എക്സാമിന് നമുക്ക് വേണ്ടത് എന്താണ്? ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും പേരുകളാണ്. ഈ പേരുകൾ ഇത്രയും വളരെ നീറ്റായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. ഈ ഏരിയയിൽ നിന്ന് ഇതൊക്കെ തന്നെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പേരുകൾ? ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ഷുഗർ കെയിൻ അല്ലെങ്കിൽ കരിമ്പിൽ എന്താണ്? സ്റ്റെം കട്ടിങ്സ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ജിഞ്ചറിലും അതുപോലെ തന്നെ ടർമറിക്, ഇവിടെ രണ്ടിടത്തും എന്താണ്? റൈസോം ആണ്. ഓക്കെ, അടുത്തത് ഒനിയനിൽ എന്താണ്? ബൾബാണ്. അടുത്തതാണ് അഗേവിൽ എന്താണ്? ബൾബിൽ. ഓക്കെ, ഈ ബൾബും ബൾബിലും തമ്മിൽ തിരിഞ്ഞു പോരുത് കേട്ടോ. ഇത് ബൾബ്, ഇത് ബൾബിൽ. അടുത്തത് പൊട്ടറ്റോയിൽ എന്താണ്? ഐസ് അല്ലെങ്കിൽ സ്റ്റെം ട്യൂബർ ആണ്. പൊട്ടറ്റോ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് പൊട്ടറ്റോ. അപ്പൊ അവിടെ വരുന്ന ആ ചെറിയ മുകളത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റെം ട്യൂബർ എന്ന് വിളിക്കും. ഓക്കെ, അടുത്തതാണ് പിസ്റ്റിയ, പായല്. അതുപോലെ തന്നെ പായലെന്ന് വെച്ചാൽ ഞാൻ വരച്ചിട്ടില്ലേ ഒരു വലിയ പായല്, അതാണ് പിസ്റ്റിയ കേട്ടോ.
പിസ്റ്റിയ, അതുപോലെ തന്നെ വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ കുളവാഴ, വേറെ പേരെന്താണ്? ഐക്കോണിയ. ഇവിടെ രണ്ടിടത്തും എന്താ സഹായിക്കുന്നത്? ഓഫ്സെറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അടുത്താണ് ബ്രയോഫില്ലം, അവിടെ എന്താണ്? ലീഫ് ബഡ്സ് ആണ്. ഓക്കെ. അടുത്ത സ്ട്രോബെറി ഗ്രാസ്, അവിടെ എന്താണ്? റണ്ണർ ആണ്. അടുത്തതാണ് ബനാന. ബനാനയിലൊക്കെ എന്താ വരുന്നേ? സക്കർ. എന്താണ്? സക്കർ. ഓക്കെ ആണല്ലോ. അത്രയും പോർഷൻ ക്ലിയർ ആണേ. പഠിപ്പിച്ച അത്രയും കാര്യങ്ങളെ ഇവിടുന്ന് ചോദിക്കൂ. ഇതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഇനി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഐക്കോണിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഐക്കോണിയെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ടെറർ ഓഫ് ബംഗാൾ. ടെറർ ഓഫ് ബംഗാൾ. അപ്പോ ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയും? ഐക്കോണിയ ആണെന്ന് പറയും കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഐക്കോണിയെ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് എന്ന് ചോദിക്കാം. അതിനൊരു കാരണമുണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു കുളവാഴ എങ്ങനെയാണ് വളരുന്നത്? വെള്ളത്തിലാണ് വളരുന്നത്. ഒരു ജലസസ്യമാണ്, ഒരു വാട്ടർ പ്ലാന്റ് ആണ് കുളവാഴ. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു. ഇത് പുറത്ത്, മീൻസ് നമ്മുടെ രാജ്യത്തില്ല, പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പൂവിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ആകർഷണീയതയില്ലേ, ആ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അട്രാക്ഷനൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നല്ല ഭംഗിയാണ്, ആ കളറും ഒക്കെ കണ്ട് കൊള്ളാലോ സാധനം എന്ന് കരുതി നമ്മുടെ ഇവിടുത്തെ വാട്ടർ ബോഡീസിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് വളർത്തിയതാണ് ശരിക്കും. മനസ്സിലായോ? അല്ലാതെ ശരിക്കും നമ്മുടെ ഇവിടെ ഉണ്ടായതല്ല ഈ സാധനം, ഇൻഡിജീനസ് സ്പീഷീസ് അല്ല. അപ്പോൾ ഇതിനെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഭംഗി കണ്ടുകൊണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇതങ്ങ് സ്പ്രെഡ് ചെയ്യും. മനസ്സിലായോ? വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വാട്ടർ ബോഡിയിൽ കൊണ്ടിട്ട് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ വാട്ടർ ബോഡിയുടെ ഭൂരിഭാഗം ഭാഗത്തേക്കും ഇതെന്ത് ചെയ്യും? അങ്ങ് സ്പ്രെഡ് ചെയ്യും, ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ആ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. ഓഫ്സെറ്റ് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചെന്നില്ലേ, ഇതൊരു പ്ലാന്റ് ആണ്. ഇങ്ങനല്ല അതിൻ്റെ ലീഫ് ശരിക്കും ഇരിക്കുന്നത് കേട്ടോ. ലീഫ് നിങ്ങൾക്ക് അറിയത്തില്ലേ, കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെയുള്ള ലീഫാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു പ്രത്യേകതയും ആ ഫ്ലവറിൻ്റെ ഭംഗിയും കളറും ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിൽ താഴോട്ട് വെള്ളത്തിനടിയിലേക്ക് റൂട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ഫോം ചെയ്യും? നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. എന്നിട്ട് അടുത്ത പ്ലാന്റ് അല്ലേ, അടുത്ത പ്ലാന്റ് ഇങ്ങനെ വരും, വന്നിട്ട് ഇവിടെ നിന്ന് റൂട്ട് താഴേക്ക് പോവും. ഓക്കെ. എന്നിട്ട് അടുത്ത ഓഫ്സെറ്റ് പോവും, എന്നിട്ട് അതിൻ്റെ നോഡിൽ നിന്നും അടുത്ത പ്ലാന്റ് വരും, എന്നിട്ട് താഴേക്ക് എന്ത് പോവും? റൂട്ട് പോവും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ഓഫ്സെറ്റ് ഫോം ചെയ്ത് ഇതെന്ത് ചെയ്യും? വാട്ടർ ബോഡിയിൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഇവിടെ ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ വളരെ ചെറുതായതുകൊണ്ട്, വളരെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ വളർന്നു വരുന്ന ഓരോ പ്ലാന്റ്സും വളരെ വളരെ തിക്കായിട്ട് അടുത്തടുത്തടുത്തടുത്ത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ അടുത്തായിരിക്കും, തിങ്ങി ഞെരുങ്ങിയായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ദോഷങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഇതിങ്ങനെ തിങ്ങി ഞെരുങ്ങി വളരുകയാണ്. ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി വളരുന്ന സമയത്ത് എന്ത് കിട്ടത്തില്ല? വെള്ളത്തിനടിയിലേക്ക് സൺലൈറ്റ് കിട്ടത്തില്ല. പറഞ്ഞ മനസ്സിലായോ? വെള്ളത്തിനടിയിലേക്ക് എന്ത് കിട്ടത്തില്ല? വെള്ളത്തിന്റെ പുറത്ത് ഇതിങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വാട്ടറിനടിയിലേക്ക്, വാട്ടർ ബോഡിയുടെ അടിഭാഗത്തേക്ക് എന്ത് കിട്ടത്തില്ല? സൺലൈറ്റ് കിട്ടത്തില്ല. മനസ്സിലായോ? അങ്ങനെ പ്രോപ്പറായിട്ട് സൺലൈറ്റ് കിട്ടാതെ വരുമ്പോൾ ഈ വെള്ളത്തിനടിയിൽ ചില ജലസസ്യങ്ങളൊക്കെ ഇല്ലേ, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കാണത്തില്ലേ, അവർക്കൊന്നും
ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള എന്ത് കിട്ടത്തില്ല? സൺലൈറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ട് അവർക്ക് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സൺലൈറ്റ് നടക്കത്തില്ല, ആ പ്ലാന്റ്സ് നശിച്ചു പോകും അല്ലേ? വാട്ടർ പ്ലാന്റ്സിന്റെ ഒക്കെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് നശിച്ചു പോയി കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കും? ആ വാട്ടറിൽ ഉള്ള ചെറിയ ഫിഷസിനെയും അതുപോലെ തന്നെ മറ്റുള്ള ഓർഗാനിസങ്ങളെയും ബാധിക്കും. കാരണം ഈ വാട്ടർ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അതുപോലെ തന്നെ ഈ പ്ലാന്റിനെ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവികളില്ലേ, കൂടാതെ ഈ ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കുന്ന ഓക്സിജൻ, അതാണ് ശരിക്കും ഈ വെള്ളത്തിനടിയിലുള്ള ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ വാട്ടർ പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫോട്ടോസിന്തസിസിലൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജനും ഒക്കെയാണ് നമ്മുടെ വാട്ടറിനുള്ളിൽ താമസിക്കുന്ന, വാട്ടറിനടിയിൽ വെള്ളത്തിന് താഴെ താമസിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. അപ്പൊ നമ്മുടെ ഐക്കോണിയ ഇങ്ങനെ വളരെ സ്പീഡിൽ വെള്ളത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിനടിയിലുള്ള വാട്ടർ പ്ലാന്റ്സിന് സൺലൈറ്റ് കിട്ടത്തില്ല. സൺലൈറ്റ് കിട്ടാതെ വന്നാൽ അവര് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് നടത്തത്തില്ല. അപ്പോൾ അത് ആ വാട്ടർ പ്ലാന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കത്തില്ലേ? അവർക്ക് വളരാൻ സൺലൈറ്റ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് നശിച്ചു കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കും? വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ഫിഷസിനെയും മറ്റുള്ള ഓർഗാനിസങ്ങളെയും ബാധിക്കും. മനസ്സിലായോ? ഇത് കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഐക്കോണിയ അങ്ങ് വളരെ സ്പ്രെഡ് ചെയ്ത് വളരുമെന്ന് പറഞ്ഞില്ലേ? ഈ ഐക്കോണിയ എന്ത് ചെയ്യും? വെള്ളത്തിലുള്ള ഓക്സിജൻ എല്ലാം ഊറ്റിയെടുക്കും. മനസ്സിലായോ? വളരെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് വെള്ളത്തിനകത്തുള്ള ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസും മിനറൽസും എല്ലാം ഇതങ്ങ് ഊറ്റിയെടുക്കും. അപ്പോൾ ഇതൊന്നും ആർക്ക് കിട്ടാതെ വരും? നോർമൽ ആയിട്ട് ആ വാട്ടർ ബോഡിയിൽ ഉണ്ടായിരുന്ന ഓർഗാനിസങ്ങൾക്ക് കിട്ടാതെ വരും. അങ്ങനെ ഈ ഐക്കോണിയ സ്പ്രെഡ് ചെയ്യുന്ന വാട്ടർ ബോഡീസിലെ മറ്റുള്ള വാട്ടർ പ്ലാന്റ്സും ഫിഷസും ഒക്കെ എന്ത് ചെയ്യും? ചത്തുപോകും. മനസ്സിലായോ? പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോവും, മീനൊക്കെ ചത്തുപോകും. അവർക്കൊന്നും എന്ത് ചെയ്യത്തില്ല? ആവശ്യത്തിനുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇതെല്ലാം ആരടിച്ചുകൊണ്ട് പോവുകയാണ്? ഈ കാണുന്ന നമ്മുടെ ഐക്കോണിയ അടിച്ചുകൊണ്ട് അങ്ങ് പോവും. മനസ്സിലായോ? അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഇനി മറ്റൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ കായലിലൊക്കെ ഇതങ്ങ് കയറി നിരന്നിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഗതാഗതം സാധ്യമാകത്തില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷനെ അത് ബാധിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഭംഗിക്ക് കൊണ്ട് ഇട്ടതാണ്. ഇത് അപകടകാരിയാണെന്ന് അറിഞ്ഞിട്ട് ഇതിനെ ഇനി ഇവിടുന്ന് എടുത്ത് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതും സാധിക്കത്തില്ല. കാരണം ഈസി ആയിട്ടൊന്നും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ എടുത്ത് മാറ്റി വാട്ടർ ബോഡി അല്ലേ, വെള്ളം ഇങ്ങനെ കിടക്കുകയല്ലേ, അത് മൊത്തം സ്പ്രെഡ് ചെയ്താൽ ഇതിനെയൊക്കെ കൂടി എവിടെ കൊണ്ടിടും? കൊണ്ടുപോയാൽ തന്നെയും എവിടെ ചെല്ലുന്നോ അവിടെ കിടന്ന് ഇത് വീണ്ടും കിളിക്കും അല്ലേ? വെള്ളം ഒഴുകുന്ന വഴിക്ക് ഒഴുകി 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 അടുത്തടുത്തുള്ള വാട്ടർ ബോഡീസിലോട്ട് എല്ലാം അങ്ങ് ചെല്ലും. അപ്പോൾ ഇതിനെ എടുത്ത് മാറ്റുക, അതായത് വാട്ടർ ബോഡിയിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടാസ്ക് ആണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വാട്ടർ ഹയാസിന്ത്. അപ്പോൾ ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗാളിലൊക്കെ, ബംഗാൾ അറിയത്തില്ലേ നമ്മുടെ സ്റ്റേറ്റ്, അവിടെ ഈ ബംഗാളിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് വാട്ടർ ബോഡീസും ജലാശയങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഈ വാട്ടർ ബോഡിയെയും, അതായത് അവിടുത്തെ ഫിഷസ്, മത്സ്യബന്ധനം, ഫിഷ് വളർത്തുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ വാട്ടർ ബോഡീസിലെല്ലാം ഈ ഐക്കോണിയ അങ്ങ് വളർന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് മീനുകളൊക്കെ നശിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവിടെ അപ്പം മീനുകളൊക്കെ നശിക്കാൻ തുടങ്ങി. കൂടാതെ ഇവർക്ക് അവിടെ മീനുകളെ ഒന്നും വളർത്താനൊന്നും പറ്റുന്നില്ല. മനസ്സിലായോ? അങ്ങനെ ഇവരുടെ അവിടുത്തെ ആളുകളുടെ ആ ഒരു നിലനിൽപ്പിനെ തന്നെ ഇതങ്ങ് സാരമായിട്ട് ബാധിച്ചു. മത്സ്യബന്ധനം ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഫിഷിംഗ് ഒന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ വാട്ടർ ബോഡീസിലുള്ള ഫിഷ് എല്ലാം നശിച്ചു പോവുകയാണ്. കാരണം ഇത് വാട്ടർ ബോഡി അങ്ങ് കംപ്ലീറ്റ് ഇതങ്ങ് കീഴടക്കി കഴിഞ്ഞു. മനസ്സിലായോ? അങ്ങനെ അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അവരുടെ നിലനിൽപ്പിനെ തന്നെ അതങ്ങ് ബാധിച്ചു. അവരുടെ ആകെയുള്ള ഒരു ഉപജീവന മാർഗമാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ വന്ന പേരാണ് ഈ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ കയ്യിലിരിപ്പ് ഭയങ്കര മോശമാണ് കേട്ടോ, ചില ആളുകളെ പോലെ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ ഹയാസിന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്.
കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം, എക്സാമിന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് വാട്ടർ ഹയാസിന്ത് പ്ലാൻ ബോഡിയിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്ലാൻ ബോഡി എന്നല്ല വാട്ടർ ബോഡിയിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്, ഏത് രീതിയിലാണ് വാട്ടർ ബോഡിയിലുള്ള ഓർഗാനിസങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ഇറ്റ് റിമൂവ് ഓക്സിജൻ ഫ്രം വാട്ടർ. അതെന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യമാണ്, ഒന്നാമത്തെ പ്രശ്നമാണ് റിമൂവ് ഓക്സിജൻ ഫ്രം വാട്ടർ. വാട്ടറിലെ ഓക്സിജനെയൊക്കെ ആരെടുത്തോണ്ട് പോവും? വാട്ടർ ഹയാസിന്ത് എടുത്തോണ്ട് പോവും. അതൊരു പ്രശ്നമാണ്. ഇറ്റ് റിമൂവ് ഓക്സിജൻ ഫ്രം വാട്ടർ. മനസ്സിലായോ? അത് അപ്പോൾ വാട്ടർ എല്ലാം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിച്ച് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ഫിഷസ്. ഓക്സിജൻ ഒക്കെ വാട്ടറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഫിഷസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടുമോ? കിട്ടത്തില്ല. വിച്ച് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ഫിഷസ്. ഫിഷസിന്റെ ഡെത്തിന് കാരണമാകുന്നു, മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്നതിന് കാരണമാകുന്നു. ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ഫിഷസ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇറ്റ് ഹാംഫുള്ളി അഫക്ട് ദ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അക്വാട്ടിക് പ്ലാന്റ്സിനെയും ആനിമൽസ്. ഓക്കെ, ഇറ്റ് ഹാംഫുള്ളി അഫക്ട് ദ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അക്വാട്ടിക് പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ ദോഷകരമായ രീതിയിൽ ഇത് ബാധിക്കുന്നു. മനസ്സിലായോ? അതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്ത നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈസി ആയിട്ട് വാട്ടർ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് വാട്ടർ ഹയാസിന്ത് ഫ്രം ദ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിൽ നിന്നും വാട്ടർ ഹയാസിന്തിനെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? അതായത് ഇത് എന്തായിട്ട് മാറുന്നു? ഇറ്റ് ബിക്കം എ സീരിയസ് വീഡ്. എന്തായിട്ട് മാറുന്നു? ബിക്കം എ സീരിയസ് വീഡ്. വീടെന്ന് വെച്ചാൽ എന്താ? കള എന്ന് പറയത്തില്ലേ? അതായത് ആവശ്യമില്ലാത്ത സാധനം. ഓക്കെ, ഇത് എന്തായിട്ട് മാറുന്നു? ഇറ്റ് ബിക്കം എ സീരിയസ് വീഡ്. വളരെ സ്പീഡിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്ന ആവശ്യമില്ലാത്ത ഒരു ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അത്രയുമാണ് അതിന്റെ പോയിന്റ്. പിന്നെ ടെറർ ഓഫ് ബംഗാൾ, ഇതാണ് ചോദിക്കുന്ന സാധനം. ടെറർ ഓഫ് ബംഗാൾ മറന്നുപോയല്ലേ? ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? ഐക്കോണിയ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്തിനെയാണ്. അതിനുള്ള കാരണം എന്താണ്? ഓക്സിജൻ കിട്ടത്തില്ല, വാട്ടർ പ്ലാന്റ്സിനും ഫിഷസിനും ഓക്സിജൻ കിട്ടത്തില്ല, സൺലൈറ്റ് കിട്ടത്തില്ല. കൂടാതെ വാട്ടർ ബോഡിയിലുള്ള ഓക്സിജൻ എല്ലാം ഇത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? ഇത് എന്തായിട്ട് മാറുന്നു? വളരെ ഈസി ആയിട്ട് വാട്ടർ ബോഡി കംപ്ലീറ്റ് സ്പ്രെഡ് ആകുന്നു. എന്തായിട്ട് മാറുന്നു? ബിക്കം എ സീരിയസ് വീഡ്. ഓക്കെ, അത്രയും പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 കാര്യങ്ങൾ കൂടി പഠിക്കണം. അതുകൂടെ ആവുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പൊ നമ്മൾ പ്ലാന്റ് വരെയാണ് എത്തി നിൽക്കുന്നത് അല്ലേ? ഇനി അനിമേലിയയുടെ കാര്യം കൂടി നോക്കണം. അനിമേലിയയിലേക്ക് വരുമ്പോൾ 2 ഓർഗാനിസങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. കാരണം ആനിമൽസ് എല്ലാം അഡ്വാൻസ്ഡ് ആണ്. മിക്ക ആനിമൽസും അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. കൂടുതലും ആനിമൽസിൽ എന്താ ഉള്ളത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഉള്ളത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നത് തീരെ ലോ ലെവൽ ഓർഗനൈസേഷനുള്ള ഓർഗാനിസങ്ങളിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് 2 പേരെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് സ്പോഞ്ച്. എന്താണ്? സ്പോഞ്ചസ്. ഓക്കെ, സ്പോഞ്ചസിൽ 2 രീതിയിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. അതിൽ ഒന്നാമത്തേതാണ് എന്തെന്ന് പറയുന്നത്? ബഡ് ഫോർമേഷൻ. ഓക്കെ, സ്പോഞ്ചസിൽ ബഡ് ഫോർമേഷൻ വഴി എന്ത് നടക്കുന്നുണ്ട്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇതൊരു സ്പോഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു സ്പോഞ്ച് ആണെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യും? ചെറിയൊരു ബഡ് ഫോം ചെയ്യും. ചെറിയൊരു ബഡ് ഫോം ചെയ്തിട്ട് ആ ബഡ് ഇതിൽ നിന്നും പാരന്റ് ബോഡിയിൽ നിന്നും സെപ്പറേറ്റ് ആവും. ആയിട്ട് എന്ത് ചെയ്യും? പുതിയ സ്പോഞ്ച് ആയിട്ട് മാറും. മനസ്സിലായോ? അതാണ് ബഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്.
ക്ലിയർ? ഇവിടുത്തെ ബഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ആണ്. സ്പോഞ്ചിന്റെ ശരീരത്തിന് പുറത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ബഡ് ഫോം ചെയ്യുന്നത്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് ഉണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന, നീറ്റ് എക്സാമിന് വരെയും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പോഞ്ചസിലെ അടുത്ത സ്ട്രക്ചർ, അതിന്റെ പേരാണ് ജെമ്യൂൾ. എന്താണ്? ജെമ്യൂൾ. കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജെമ്യൂൾ. ഓക്കെ, സ്പോഞ്ചസിലെ സ്ട്രക്ചറിന്റെ, അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പേരെന്താണ്? ജെമ്യൂൾ എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഒരു ഡയഗ്രം ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഡയഗ്രം തന്നിരിക്കുന്നത്. ആ ഡയഗ്രം ഒക്കെ പഠിച്ചോണം കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഡയഗ്രം ഒക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഡയഗ്രം ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചോണം. ഇതാണ് നമ്മുടെ ജെമ്യൂളിന്റെ ഒരു സ്ട്രക്ചർ തന്നിരിക്കുന്നത്. ജെമ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ബഡ് ആണ്. ഇതാണ് ജെമ്യൂൾ. ഇത് എന്താണ്? ഇന്റേണൽ ബഡ് ആണ്. അതായത് മെച്ചുവർ ആയിട്ടുള്ള ഒരു സ്പോഞ്ചിന്റെ ശരീരത്തിനുള്ളിലായിരിക്കും ദാ ഈ സാധനം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ ജെമ്യൂളിന്റെ പ്രത്യേകത എന്താണ്? ഇന്റേണൽ ബഡ്. ഇന്റേണൽ ബഡ് ആണ്. ഇറ്റ് ഡെവലപ്പ്, എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇൻസൈഡ് ദ ബോഡി ഓഫ് എ മെച്ചുവർ സ്പോഞ്ച്. ഒരു മെച്ചുവർ സ്പോഞ്ചിന്റെ ശരീരത്തിനുള്ളിലായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. ഇതെന്താണ്? ഇന്റേണൽ ബഡ് ആണ്. ശ്രദ്ധിച്ചേ, ദാണ്ടെ ഇതിന് പുറമേ ദാ ഇവിടെ ഒരു ഹാർഡായിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു ഹാർഡായിട്ടൊരു കവറിംഗ് ഉണ്ട് കണ്ടോ. എന്നിട്ട് ഇതിന്റെ ഉള്ളിലെ പോർഷനിൽ ദാണ്ടെ കുറേ സെൽസ് ഉണ്ട് കണ്ടോ. സെൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഉള്ളിലെ സെൽസ് എന്ന് പറയുന്നത് പുതിയ സ്പോഞ്ചുകൾ ഉണ്ടാകാൻ സഹായിക്കുന്ന സെൽസ് ആണ്. മനസ്സിലായോ? അസെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന സെൽസ് ആണ് ഈ ജെമ്യൂളിന്റെ ഉള്ളിൽ കാണപ്പെടുന്നത്. ജെമ്യൂളിന്റെ ഹാർഡായിട്ടുള്ള തിക്കായിട്ടുള്ള കവറിംഗ് ആണിത്. ഓക്കെ, ഉള്ളിൽ കാണപ്പെടുന്ന ഈ സെൽസ് എന്തിനു സഹായിക്കും? അസെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കും. അതായത് പുതിയ സ്പോഞ്ച് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇതിന് ദേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ. ജെമ്യൂളിന് ദേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോ നമ്മുടെ മെച്ചുവർ സ്പോഞ്ചിന്റെ ബോഡിയുടെ ഉള്ളിൽ എന്ത് ഫോം ചെയ്യും? ജെമ്യൂള് ഫോം ചെയ്യും. അപ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്പോഞ്ചിന്റെ ബോഡിയിൽ നിന്നും ഈ ജെമ്യൂൾ എന്ത് ചെയ്യും? പുറത്തു വരും. പുറത്തു വരുമ്പോൾ അൺഫേവറബിൾ കണ്ടീഷൻ വരാം, ഫേവറബിൾ കണ്ടീഷൻ വരാം. ഏത് കണ്ടീഷൻ ആയാലും ഇതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ദാ ഇവിടുത്തെ കവറിംഗ് ഇല്ലേ, ആ കവറിങ് കാര്യങ്ങളെല്ലാം അങ്ങ് നോക്കിക്കോളും. അതായത് ഇത് വളരെ ഹാർഡായിട്ടുള്ള എക്സ്റ്റേണൽ കണ്ടീഷൻസിനെ എല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണിത്. മനസ്സിലായോ? അപ്പൊ ഈ ജെമ്യൂള് ഏതൊക്കെ രീതിയിലുള്ള ഹാർഡായിട്ടുള്ള കണ്ടീഷനിലൂടെ പോയാലും ഒരു കുഴപ്പവും ഇല്ല. ഈ ഉള്ളിലുള്ള സെൽസിന്, ഈ സെൽസ് ആണ് ശരിക്കും എന്തായിട്ട് മാറുന്നത്? പുതിയ സ്പോഞ്ചായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഉള്ളിലുള്ള സെൽസിന് യാതൊരു കുഴപ്പവും വരാതെ ആര് സൂക്ഷിച്ചോളും? ഈ എക്സ്റ്റേണൽ കവറിങ് അങ്ങ് സൂക്ഷിച്ചോളും. മനസ്സിലായോ? അപ്പോ ഈ സ്പോഞ്ചിന്റെ ഉള്ളിൽ നിന്നും റീപ്രൊഡക്ഷൻ ടൈമിൽ എന്ത് പുറത്തേക്ക് വരുന്നു? ജെമ്യൂള് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ജെമ്യൂളിന്റെ ഉള്ളിൽ നിന്നും ഈ സെൽസ് പുറത്തേക്ക് വരും. മനസ്സിലായോ? എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഈ സെൽസ് ഓരോന്നും ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? പുതിയ പുതിയ സ്പോഞ്ചസ് ആയിട്ട് മാറും. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് ഇതെല്ലാം ഇരുന്നോളും. മനസ്സിലായോ? അപ്പൊ അതാണ് ജെമ്യൂൾ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. വേർഡ് പെയർ റിലേഷൻഷിപ്പിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാണ്ടെ ഈ ബഡിങ് ഒന്നും ആദ്യമേ എഴുതി അങ്ങ് വെച്ച് കളയരുത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് എന്ത്? ജെമ്യൂള്. ജെമ്യൂള് വേണം ആദ്യം എഴുതാൻ. എന്നിട്ട് കൂടെ സമാധാനത്തിന് വേണേൽ ബഡിങ്ങും കൂടി എഴുതിക്കോ കേട്ടോ. ബഡ് ഫോർമേഷൻ കൂടി എഴുതിക്കോ. അത് എക്സ്റ്റേണൽ ആണ്. ചില അപൂർവം ചില സ്പോഞ്ചുകളിൽ മാത്രമാണ് വരുന്നത്. ഓക്കെ, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് എന്ത്? ജെമ്യൂള്. അപ്പൊ എവിടെ സ്പോഞ്ചിന്റെ കാര്യം ചോദിച്ചാലും എന്ത് എഴുതിയിരിക്കണം? ഫസ്റ്റ് ജെമ്യൂൾ എഴുതിയിരിക്കണം. ഓക്കെ, സ്പോഞ്ച് എന്ന് കേൾക്കുമ്പോഴേ ജെമ്യൂൾ എന്ന് ഓർത്തോണം. ഓക്കെ ആണല്ലോ? അത്രയാണ് നമുക്ക് ആ സ്പോഞ്ചിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഈ സ്ട്രക്ചർ പഠിച്ചോണം, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ജെമ്യൂള് ഒരുപാട് വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ.
ഇനി ഒരു ഓർഗാനിസം കൂടിയുണ്ട്, അതാണ് ഹൈഡ്ര. ഓക്കെ, ഹൈഡ്രയില് ബഡ്ഡിങ് ആണ് നടക്കുന്നത്. എന്താണ്? ബഡ്ഡിങ്. ഓക്കെ ആണല്ലോ. അതായത് ഹൈഡ്ര, ഇതൊരു ഹൈഡ്രയാണെന്ന് വിചാരിക്കുക. നോക്കിയേ, ഇതാണ് നമ്മുടെ ഹൈഡ്ര. ഓക്കെ, നമ്മുടെ ഹൈഡ്ര ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഗ്രോ ചെയ്ത് മെച്ചറായിട്ട് നിൽക്കുന്ന ഒരു മെച്ചർ ഹൈഡ്രയാണ്. മെച്ചർ ഹൈഡ്രയുടെ ബോഡിയിൽ നിന്നും കുഞ്ഞൊരു ബഡ് വരും. കണ്ടോ? ആദ്യം എന്ത് വരും? കുഞ്ഞൊരു ബഡ് വരും. കുഞ്ഞൊരു ബഡ് വന്നിട്ട് പതുക്കെ ഈ ബഡ് അങ്ങ് വളരാൻ തുടങ്ങും. കുറച്ചും കൂടി വലുതായേ. എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് വീണ്ടും വലുതാവും. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ പാരൻ ഹൈഡ്രയെ പോലെ ഒരു കുഞ്ഞു ഹൈഡ്ര വരും. കണ്ടോ? അപ്പൊ ആദ്യം എന്ത് വന്നു? ഒരു കുഞ്ഞു ബഡ് വന്നു. ആ ബഡ് പിന്നീട് എന്ത് ചെയ്തു? കുറച്ചും കൂടി ഒന്ന് വലുതായി ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഇവിടെ വെച്ച് അങ്ങ് മുറിയും. കണ്ടോ? ഇവിടെ വെച്ച് ഇതങ്ങ് മുറിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇത് എങ്ങനെയായിരുന്നു? പാരൻ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്തായിരുന്നു കണ്ടത് അല്ലേ? ഇനിഷ്യലി ഇറ്റ് അറ്റാച്ച് ടു ദ പാരൻ ബോഡി. തുടക്കത്തിൽ ബഡ് എങ്ങനെയാണ്? നമ്മുടെ പാരൻ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. then it grow. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും, വളരും. then it detached from the parent body. finally it detached from the parent body. എന്ത് ചെയ്യുന്നു? പാരൻ ബോഡിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറുന്നു, അതായത് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നു. then it separated from the parent body. കണ്ടോ? മുറിഞ്ഞു പോയി. മുറിഞ്ഞു പോയിട്ട് എന്തായിട്ട് മാറി? ഇത് പുതിയൊരു ഹൈഡ്രയായിട്ട് മാറും. കണ്ടോ? ഇത് പുതിയൊരു ഹൈഡ്ര കുട്ടിയായിട്ട് മാറി. കണ്ടോ? എന്നിട്ട് ഈ ഹൈഡ്ര ഡെവലപ്പ് ചെയ്ത് അടുത്ത വലിയ ഹൈഡ്രയാവും. എന്നിട്ട് ഇതിൻ്റെ ബോഡിയിൽ ഇതുപോലെ എന്ത് ഫോം ചെയ്യും? കുഞ്ഞു ബഡ് ഫോം ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോൾ ബഡ് ഇതിൽ നിന്ന് മുറിഞ്ഞു മാറും. അത് പുതിയൊരു ഹൈഡ്ര കുട്ടിയായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഹൈഡ്രയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഹൈഡ്രയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന മെത്തേഡ് എന്താണ്? ബഡ്ഡിങ് ആണ്. പാരൻ ബോഡിയിൽ എന്ത് ഫോം ചെയ്യുന്നു? ബഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, അത്രയുമാണ് പ്രധാനപ്പെട്ട അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതുപോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല പഠിക്കാൻ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് എവിടെയാണ്? ബാക്ടീരിയ ആണ് പഠിച്ചത്. അവിടെ എന്ത് നടക്കുന്നു? ബൈനറി ഫിഷൻ, 1, 2 ആകുന്നു. അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്? പാരമീസിയം ബൈനറി ഫിഷൻ, യുഗ്ലീന ബൈനറി ഫിഷൻ. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളാണ് അവരൊക്കെ അല്ലേ? അവിടെ എല്ലാം എന്താ വരുന്നത്? ബൈനറി ഫിഷൻ ആണ്. അമീബയിലും ബൈനറി ഫിഷൻ ആണ്. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബയിൽ എന്താണ്? സ്പോറുലേഷൻ ആണ്. അത്രയും സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞ് അടുത്താണ് ഈസ്റ്റ് അല്ലേ? ഫംഗസിലേക്ക് വന്നു. അവിടെ യൂണിസെല്ലുലാർ ഈസ്റ്റ്. ഈസ്റ്റ് എന്ത് ചെയ്യുന്നു? ബഡ്ഡിങ്ങിന് വിധേയമാകുന്നു. ഈസ്റ്റിൽ എന്താണ്? ബഡ്ഡിങ് ആണ്. ഇനി മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള എന്തുണ്ട്? പെൻസീലിയം. പെൻസീലിയത്തിൽ എന്താ ഉള്ളത്? അസെക്ഷൽ സ്പോർ ആണ്. സ്പോറിന്റെ പേരെന്താണ്? കൊനീഡിയ. മറന്നുപോകരുത്, കൊനീഡിയ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്ലാമിഡോമൊണാസിന്റെ കാര്യം പറഞ്ഞു. അവിടെയും സ്പോർ ആണ് ഫോം ചെയ്യുന്നത്. പേരെന്താണ്? സൂസ്പോർ. എന്താണ്? സൂസ്പോർ. അപ്പോൾ സൂസ്പോറിന്റെ പ്രത്യേകത എന്താ? സൂസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ വരുന്നു, ഉള്ളിൽ ഫോം ചെയ്യുന്നു. പിന്നീട് എന്താ പറഞ്ഞേ? ദേ ആർ മൈക്രോസ്കോപ്പിക് ഫ്ലജല്ലേറ്റഡ് മോട്ടൈൽ സ്പോർസ്. എന്താണ്? മൈക്രോസ്കോപ്പിക് ഫ്ലജല്ലേറ്റഡ് മോട്ടൈൽ സ്പോർസ്. ഓക്കെ, പിന്നീട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു അല്ലേ? പ്ലാന്റ്സിലെ അസെക്ഷൽ റീപ്രൊഡക്ഷനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? it is the formation of new plants from the vegetative part of a plant. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കുന്ന പ്ലാന്റ് പാർട്ടിനെ എന്തെന്ന് പറയും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയും. എക്സാമ്പിൾ ലീഫ്, റൂട്ട്, സ്റ്റെം എല്ലാം അതിൻ്റെ അകത്ത് വരും. ഓക്കെ, പിന്നെ ഷുഗർ കെയിൻ. ഷുഗർ കെയിനിൽ എന്താ? സ്റ്റെം കട്ടിങ്. ജിഞ്ചർ, ടർമറിക്, അവിടെ എന്താണ്? റൈസോ. അടുത്തത് ഒനിയൻ, ബൾബ്. അടുത്തത് അഗേവ്, അവിടെ എന്താണ്? ബൾബിൽ. പിന്നെ എന്താ പഠിച്ചേ? പൊട്ടറ്റോ, അവിടെ എന്താണ്? ഐസ് അല്ലെങ്കിൽ സ്റ്റെം ട്യൂബർ. ഓക്കെ, പിന്നെ പിസ്റ്റിയ, പായലാണ്. വാട്ടർ ഹയാസിന്ത്, കൊളവാഴയാണ് അല്ലെങ്കിൽ ഐക്കോണിയ. അപ്പൊ അവിടെ എന്താണ്? ഓഫ്സെറ്റ്. അവിടുത്തെ സ്ട്രക്ചർ എന്താണ്? ഓഫ്സെറ്റ്.
അതുപോലെ തന്നെ അടുത്താണ് ബ്രയോഫിലം, ഇലമുളച്ചി. അവിടെ എന്താണ്? ലീഫ് ബഡ്. എന്താണ്? ലീഫ് ബഡ്. പിന്നെ സ്ട്രോബെറി ഗ്രാസ്, അവിടെ എന്താണ്? റണ്ണർ. ലാസ്റ്റ് ബനാന, ബനാനയിൽ എന്താണ്? സക്കർ. അത്രയും പേര് പഠിച്ചു വെക്കുക. ഇനി ഐക്കോണിയ എന്തെന്നറിയപ്പെടുന്നു? ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നു. കാരണം അറിയാലോ, ക്ലിയർ ആണല്ലോ. പിന്നീട് സ്പോഞ്ച്, സ്പോഞ്ചിൽ എന്താണ്? ജെമ്യൂൾ. സ്പോഞ്ചിൽ ആദ്യം എഴുതേണ്ട എന്തിനെയാണ്? ജെമ്യൂളിനെയാണ് കേട്ടോ. ബഡിങ് ഒക്കെ പിന്നെ ഉള്ളൂ, ബഡൊക്കെ പിന്നെ എഴുതിയാൽ മതി. ഫസ്റ്റ് എന്ത് എഴുതിക്കോണം? ജെമ്യൂൾ എഴുതിക്കോണം. ജെമ്യൂൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ, ജെമ്യൂള്. പിന്നെ അടുത്ത എന്താണ്? ഹൈഡ്ര. ഹൈഡ്രയിൽ എന്താണ്? ബഡിങ് പ്രോസസ്സിലൂടെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. ഇതിന്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.